ചെറിയൊരു മഴ പെയ്താൽ ചേന്നമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. സ്കൂളിന് ചുറ്റുമുള്ള ഈ വെള്ളക്കെട്ടിൽ പുല്ല് നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെയും തെരുവുനായകളുടെയും ശല്യം വേറെയും. പേടിച്ചിട്ട് കളിക്കാൻ പോലും പുറത്തേക്കിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക്. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി അവഗണനയിൽ വലഞ്ഞ് ചേന്നമംഗലം സർക്കാർ സ്കൂൾ. വടക്കൻ പറവൂരിലെ ചേന്നമംഗലം ഗവൺമെന്റ് യു പി സ്കൂളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. മഴക്കാലമായതിനാൽ സ്കൂളിന് ചുറ്റുമുള്ള വെള്ളക്കെട്ടിൽ പുല്ല് നിറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇഴജന്തുക്കളുടെയും തെരുവുനായ്ക്കളുടെയും വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇവിടം. പേടിച്ചിട്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങി കളിക്കാനും സാധിക്കുന്നില്ല. പ്രീ പ്രൈമറി യു പി വിഭാഗത്തിൽ കൊച്ചുകുട്ടികളടക്കം 100-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന 113 വർഷത്തിലേറെ പഴക്കമുള്ള സ്കൂളിന്റെ ദയനീയാവസ്ഥയാണിത്. നിരവധി തവണ സ്കൂൾ PTA വെള്ളക്കെട്ട് ദുരിതം പരിഹരിക്കുന്നതിനായി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. എന്നിട്ടും അധികൃതരുടെ അവഗണനയിൽ ദുരിതമനുഭവിക്കുകയാണ് 100-ലേറെ വിദ്യാർത്ഥികൾ. ഗ്രൗണ്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഉള്ള ഒരു നേരത്തെ പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടും അത് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവർ പറയുന്നത് ഇവിടെ എന്തോ മതിൽ പൊളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഫണ്ട് തടഞ്ഞു വെച്ചേക്കെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ അന്തരീക്ഷം കണ്ടിട്ട് ഇവിടെ ചേർക്കാൻ വന്ന പല രക്ഷിതാക്കളും കുട്ടികളെ വേറെ സ്കൂളിലേക്ക് മാറ്റി, ഇവിടെ പഠിച്ചിരുന്ന കുട്ടികളെ പോലും ഇവിടെ നിന്ന് മാറ്റി ചേർത്തതിന് ശേഷവും ഇവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്, വേറെ സ്കൂളിലേക്ക് മാറ്റി. സംസ്ഥാനത്ത് ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ചരോഗങ്ങൾ പടരുമ്പോൾ തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യാവസ്ഥയിൽ ആശങ്കയിലാണ് കുട്ടികളുടെ രക്ഷിതാക്കൾ. ഈ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ഈ കുട്ടികൾ ഇതിൽ കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരും. മഞ്ഞപ്പിത്തം, എലിപ്പനി, അങ്ങനെ. അതിപ്പോ സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്തു തരേണ്ടത് പഞ്ചായത്താണ്. പഞ്ചായത്തിന്റെയിലാണ് നമ്മൾ ഇതിന്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ പാരന്റ്സ് എല്ലാവരും കൂടി സൈൻ ചെയ്തിട്ട് നമ്മൾ അവർക്കൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് ഈ വെള്ളക്കെട്ട് നീക്കി തരണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ ഒരു നീക്കുപോക്ക് ഇത്രയും നാളായിട്ട് ഉണ്ടായിട്ടില്ല. ഫണ്ട് ഓൾറെഡി നമുക്ക് ഗവൺമെന്റിന്റെ പാസ്സായി നിൽക്കുന്ന ഫണ്ടാണ്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊന്നും മൂവ്മെന്റ് ചെയ്യുന്നില്ല ഇവിടെ നിന്ന്. അപ്പൊ പറയുന്നത് ഈ കാന ഇത് സ്പേസ് കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ട് എത്രയും പെട്ടെന്ന് മാറുമെന്നാണ് പറയുന്നത്. എന്നാൽ അതിനുള്ളൊരു ഡെവലപ്മെന്റ് അവരുടെ ഭാഗത്തു നിന്ന് ഇത്രയും നാളായിട്ട് ഇതിലേക്ക് വന്നിട്ടില്ല. കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിലെ ചുറ്റിയാണ് ഉണ്ടാകുന്നത്. നമുക്ക് 2 വീലറും കൊണ്ട് പോകാനായിട്ട് പോകുന്നവരുണ്ട്, 1-2 പാരന്റ്സ് പോകുന്നവരുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് റിസ്ക് എടുത്ത് എങ്ങാനും കുട്ടിയും ഞാനും കൂടി, ഇപ്പൊ ഞാനല്ലെങ്കിൽ ആരായാലും വീഴാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളിവിടെ പഠിച്ചിരുന്നതാണ്. ഈ സ്കൂളിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം ദയനീയമാണ്. സ്കൂളിലെ വാഹനവും അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നശിക്കുകയാണെന്നാണ് സ്കൂൾ അധികൃതരുടെ പരാതി. വെള്ളം കയറി വണ്ടിയാണ് ഓടിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് കിടക്കുന്നത്. കുട്ടികൾ ആശ്രയിച്ചിരുന്നതാണ് സ്കൂളിലോട്ട് വരാനായിട്ട്. ഇപ്പൊ പ്രൈവറ്റ് വണ്ടിയാണ് നമ്മൾ വിളിക്കുന്നത്. അതിന്റെ റേറ്റ് നമുക്ക് കുട്ടികൾക്ക്, സാധാരണക്കാരായ കുട്ടികളോട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. ബസ്സിലേക്ക് പോന്നോണ്ടിരിക്കുന്നത്. ഇതൊരു നടപടി നമ്മൾ അപേക്ഷ വെച്ചിട്ടൊന്നും അപേക്ഷ ഇതുവരെ നടപടി സ്വീകരിക്കാനായിട്ട് പറ്റിയിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.